പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഒരു ഇൻഡിപെൻഡന്റ് മെഡിക്കൽ ഫീൽഡ് ആണോ നിങ്ങൾ നോക്കുന്നത്? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു കോഴ്സാണ് BPT അഥവാ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം എന്നാണ് BPT കോഴ്സ് അറിയപ്പെടുന്നത്. ഇന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസ് ആണെന്നുണ്ടെങ്കിലും ക്ലിനിക്കുകൾ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഹെൽത്ത് സെന്ററുകൾ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇതില് ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ ആണെന്നുണ്ടെങ്കിലും ഡിമാൻഡും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാരാമെഡിക്കൽ കോഴ്സസിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് BPT എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ടും പോകുന്നത്. എന്താണ് ഫിസിയോതെറാപ്പി? ചലനം നഷ്ടപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ, ഇതെല്ലാം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വഴി, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹീറ്റ് വരുന്നുണ്ട്, ഇലക്ട്രിസിറ്റി, എക്സസൈസ്, ചില മെക്കാനിക്കൽ ഫാക്ടേഴ്സ്, ഇത് ത്രൂ ഒക്കെ നമ്മുടെ അസുഖത്തെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് ഫിസിയോതെറാപ്പിസ്റ്റ്? ഹെഡ് ഇഞ്ചുറി, നെക്ക് പെയിൻ, അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് വരുന്ന ഇഞ്ചുറീസ്, സ്പോർട്സ് ടൈമിൽ വരുന്ന ഇഞ്ചുറീസ്, സ്പൈനൽ കോഡിന്റെ ഇഞ്ചുറീസ്, ഇങ്ങനെ വരുന്ന പേഷ്യൻസിനെയെല്ലാം ഫിസിയോതെറാപ്പി നൽകാനായിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ പ്രൊഫഷനെയാണ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു കോഴ്സിന്റെ ഡ്യൂറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഇയറും അക്കാഡമിക്സും പ്ലസ് 6 മന്ത് കമ്പൽസറി ഇന്റേൺഷിപ്പും ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ 3 സബ്ജക്ട്സിനും 50% മുകളിൽ മാർക്ക് വാങ്ങിയിട്ടുള്ള ഏതൊരു സ്റ്റുഡന്റിനും നമുക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ എല്ലാവരും കോമൺലി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു കോഴ്സ് BPT കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോബ് കിട്ടുമോ? ഏതൊക്കെ ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കിപ്പോ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ക്ലിനിക്സ്, അതുപോലെ ഹെൽത്ത് സെന്റർ, ഹോസ്പിറ്റൽസ്, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ടീച്ചിങ് ഫീൽഡ് അല്ലെങ്കിൽ ലെക്ചർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജസിലും ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അബ്രോഡ് ഒക്കെയാണ് ജോബ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ചില സ്റ്റുഡൻസിന് സ്പോർട്സിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ളവര്, അങ്ങനെയുള്ള സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും BPT കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് റിലേറ്റഡിലേക്ക് തിരിയാൻ പറ്റും. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ മാച്ചും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ കോമൺലി ടിവിയിൽ കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പ്ലെയേഴ്സിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അവിടെ വന്ന് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കും. അപ്പോ സ്പോർട്സ് മേഖലയിലേക്ക് തിരിയാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതും പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് BPT എന്ന് പറയുന്ന ഒരു കോഴ്സിന് ശേഷം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഇൻഡിപെൻഡന്റ് മെഡിക്കൽ ഫീൽഡ് ആണെന്നുള്ള ഒരു കാര്യം. അതായത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോ ഇതിന്റെ തന്നെ ഓൺ ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ്. നമുക്കിപ്പോ ഒരു 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായ ഒരു ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യാനും പോസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഹയർ സ്റ്റഡീസ് നോക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിലും MPT അതായത് മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പിയും അവൈലബിൾ ആണ്. MPTയിൽ തന്നെ നമുക്ക് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. ഗൈനിക്, ന്യൂറോ, പിന്നെ അതുപോലെ പീഡിയാട്രിക്, അതുപോലെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ആണ് ഇതിന്റെ മാസ്റ്റേഴ്സിന് നോക്കുകയാണെന്നുണ്ടെങ്കിലും വരുന്നത്. നമുക്കിപ്പോ കേരളത്തിൽ ഇതിന്റെ അഡ്മിഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് LBS ത്രൂ തന്നെയാണ് കറന്റ് അഡ്മിഷൻസ് പോകുന്നത്. നമുക്കിപ്പോ LBS ത്രൂ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയുന്ന ഒരു കാര്യമാണ്, +2 നമുക്കൊരു ഹൈ സ്കോർ ഉണ്ടെങ്കിലാണ് നമുക്ക് LBS ത്രൂ അഡ്മിഷൻസ് കിട്ടുന്നത്. ഇപ്പോ കേരളത്തിന് പുറത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തമിഴ്നാടാണെങ്കിലും കർണാടകയൊക്കെ ഒരുപാട് കോളേജസിൽ നമുക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോ കേരളത്തിന് പുറത്തൊക്കെ അഡ്മിഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ ഓൺ ഹോസ്പിറ്റൽസ് അല്ല, അതായത് കൂടുതലും പ്രാക്ടിക്കൽസ് വരുന്ന ഒരു കോഴ്സും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓൺ ഹോസ്പിറ്റൽ ഉള്ളതും എല്ലാ ഫെസിലിറ്റീസും ഉള്ള കോളേജസ് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അഡ്മിഷൻ പ്രോസസിനെ കുറിച്ച് അറിയാനോ ഒക്കെ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.